മിയാമിയുടെ ഡ്രൈവിംഗ് സ്റ്റേഡിയം ഇന്നലെ രാത്രിയിൽ സ്വർഗസമമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് മാറുകയായിരുന്നു. ലോക ഫുട്ബോളിന്റെ പ്രതിഭാസം ലയണൽ മെസ്സി അതിന്റെ കരിയറിലെ മറ്റൊരു അത്ഭുതത്തിന്റെ രാത്രിയെ കുറിച്ചുവെക്കുകയായിരുന്നു. മേജർ ലീഗ് സോക്കറിന്റെ ഡിസഷൻ ഗോയിൽ ഇന്റർ മിയാമി നാഷ്വില്ല SBയെ 5-2 എന്ന ഭീകരമായിട്ടുള്ള സ്കോറിന് തകർത്തെറിഞ്ഞപ്പോൾ പ്രേക്ഷകർ സാക്ഷികളായത് ഒരു കലാപ്രദർശനത്തിനായിരുന്നു. ഒരു 38-കാരനായിട്ടുള്ള മെസ്സി തന്റെ കാലുകൾ കൊണ്ട് മിയാമിയുടെ രാത്രിയെ പ്രകാശിപ്പിക്കുകയായിരുന്നു. ഒരു ഹാട്രിക്, ഒരു അസിസ്റ്റ്, അനവധി വിസ്മയ നിമിഷങ്ങൾ. മെസ്സിയുടെ ആദ്യ ഗോൾ 12-ാം മിനിറ്റിൽ തന്നെ വന്നിരിക്കുകയായിരുന്നു. ആ സവിശേഷത ഇടതുകാലിലെ മാജിക് കൊണ്ട് പുനർജീവിപ്പിക്കുകയും രണ്ടാമത്തേത് അത്യുദാത്തമായിട്ടുള്ള ഒരു ഫ്രീ കിക്കിലൂടെ, മൂന്നാമത്തെ അർജന്റീനയിൽ നിന്നുള്ള കാലത്തിന്റെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ടൊരു ദ്രുതഗതിയിലേക്കുള്ള ഒരു മൂവായിരുന്നു അത്. ഓരോ ഗോളും ആരാധകരെ ആവേശം കൊണ്ട് വിറപ്പിക്കുകയായിരുന്നു. നാഷ്വില്ലയുടെ പ്രതിരോധം മലയടിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കളി ഹാട്രിക്കിന് പുറമെ മറ്റൊരു ഗോളിനും അസിസ്റ്റും നൽകി അതുവഴി ടീമിന്റെ ആകെ 5 ഗോളുകളിലുമുള്ള പങ്കാളിത്തത്തെ ഉറപ്പാക്കുകയായിരുന്നു. ഈ മത്സരത്തോടെ മെസ്സിയുടെ സീസണിലെ ആകെ ഗോൾ കോൺട്രിബ്യൂഷൻ എണ്ണം എന്നത് 48 29 ഗോളും 19 അസിസ്റ്റുകളും. MSN ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനമായിട്ടുള്ള കാർലോസ് ബേലയുടെ 2019 റെക്കോർഡ് ഇനിയൊരു പടിക്ക് മാത്രം അകലെയാണ്. അടുത്ത മത്സരത്തിൽ ആ നേട്ടവും തകർത്തെറിയുമെന്ന് ആരാധകർക്ക് ഉറപ്പുണ്ട്. 38-ാം വയസ്സിലും മെസ്സിയുടെ വേഗം, പാസിലെ കൃത്യത, ഡ്രിബിളിന്റെ മൃദുത എന്നിവ കുറഞ്ഞത് മാറ്റം പോലും കാണാനാവാത്ത വിധം അത്ഭുതമായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ്. ഇന്റർ മിയാമിക്ക് ഈ മത്സരം വെറുമൊരു വിജയം മാത്രമല്ല, അതൊരു കാലഘട്ടത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. 81 ഗോളുകളുമായി അവർ MSL സീസണിലെ സ്വന്തം റെക്കോർഡിനെ അങ്ങ് ഭേദിച്ചു കളഞ്ഞു. 80 ഗോളുകൾക്ക് മീതെ നേടുന്ന 3ാമത്തെ ടീമായി അവരങ്ങ് മാറുകയും ചെയ്തു. അറ്റാക്കിംഗ് ലൈനിൽ അപ്രതീക്ഷിതമായി സാമരസ്യം പ്രകടിപ്പിച്ചപ്പോൾ മെസ്സി അതിന്റെ ഹൃദയഭാഗമായിട്ട് അങ്ങനെ അവിടെ ഒരു വലിയേട്ടനെ പോലെ നിൽക്കുകയായിരുന്നു. ജോർഡി ആൽബ, ബുസ്കറ്റ്, ലൂയിസ് ആൻസൂർ എന്നിവരുടെ ലാമാസിയ ബന്ധം മയാമിയെ ഒരു സ്പാനിഷ് കലാഗ്രഹമാക്കി മാറ്റുകയും ചെയ്തു. ഈസ്റ്റേൺ കോൺഫറൻസ് 3ാം ഡീസ് ഉറപ്പിച്ചത് മിയാമിക്ക് വലിയ നേട്ടമായി. കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫിന് അറ്റത്ത് എത്തിയില്ലായിരുന്ന ടീം ഇപ്പോൾ ടൈറ്റിലിന് വേണ്ടിയുള്ള പ്രധാന മത്സരാർത്ഥികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഹെഡ് കോച്ച് ടാറ്റ മാർട്ടിനോയുടെ നേതൃത്വത്തിൽ മെസ്സി സുവാരസ് കൂട്ടുകെട്ട് മിയാമിക്ക് ഒരു പുതിയ ഉയരങ്ങളിലേക്കുള്ള ഒരു യാത്രയെ തുടക്കം കുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മെസ്സിയുടെ വിജയം മാത്രമല്ല, ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ ടീമിനെയും ഉണർത്തുന്ന ഒരു മത്സരമാക്കി മാറ്റുകയാണ്. മത്സരശേഷം മെസ്സി അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനിവിടെ ആസ്വദിക്കുകയാണ്. ഈ നഗരവും ഈ ക്ലബും ഈ കൂട്ടുകാർക്കും എല്ലാം എൻ്റെ കുടുംബാംഗങ്ങളായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ആരാധകരെ ഒന്ന് ആകൃഷ്ടരാക്കി പോയിട്ടുണ്ടാവണം. മയാമിയിലെ എല്ലാ ഹോം മത്സരങ്ങളിലും മെസ്സി ഫീവർ മൂലം നിറഞ്ഞിരിക്കുകയാണ്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും ജേഴ്സികളും പതാകകളും പുതുക്കുന്ന ആരാധകരങ്ങനെ ഒളിഞ്ഞു കൂടുകയാണ്. മെസ്സിയുടെ മാജിക് എന്ന ആശയം ഒരു മതമായി ഏറ്റെടുക്കപ്പെടുകയാണ്. സീസണിലെ അവസാന ഘട്ടത്തിൽ മെസ്സി മുന്നിലാണ്. 2 പ്രധാനപ്പെട്ട ബഹുമതികൾക്കായി ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയും അതുപോലെ തന്നെ MVP-യുടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ്. 19 വർഷങ്ങളായി യൂറോപ്യൻ ഫുട്ബോളിൽ അനവധി കിരീടങ്ങൾ നേടിയിട്ടുള്ള ഒരു താരമായിട്ടും അമേരിക്കൻ ഫുട്ബോളിൽ മെസ്സി തന്റെ മധ്യവയസ്സിലെ പുനർജന്മം എഴുതി വെക്കുകയും ചെയ്തു. ഇന്റർ മിയാമിയുടെ കളി ഒരു കലാരൂപം പോലെ കാണാൻ കഴിയുകയായിരുന്നു. ലൂയിസ് സുവാരസിന്റെ പോസ്റ്റുകൾ തകർക്കുന്ന ഷോട്ടുകൾ, ജോർഡി ആൽബയുടെ ഓവർലാപ്പുകൾ, ബോസ്കറ്റസിന്റെ കൃത്യമായിട്ടുള്ള പാസുകൾ എല്ലാം മെസ്സിയുടെ താളത്തിന്റെ ചുറ്റുന്ന ഒരു ഓർക്കസ്ട്ര പോലെ തോന്നുന്നുണ്ടായിരുന്നു. ടീമിന്റെ 81 ഗോളുകളിൽ നേരിട്ട പരോക്ഷമായിട്ടുള്ള പങ്കാളിത്തം പുലർത്തിയ മെസ്സി മയാമിയെ MSLന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് യൂണിറ്റാക്കി മാറ്റി. മെസ്സിയുടെ വരവിന് ശേഷം MSL ലോക ഫുട്ബോൾ മാപ്പിൽ കൂടുതൽ ശക്തമായി പതിയുകയും ചെയ്തു. ലോകകപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകർ ഇനി മിയാമിയുടെ മത്സരങ്ങൾ കാണാൻ ഓൺലൈനായി കൂട്ടം കൂടുകയാണ്. ടിക്കറ്റുകളെല്ലാം നിമിഷങ്ങൾക്കകം വിറ്റുപോവുകയാണ്. US-ലെ യുവജനങ്ങൾക്കിടയിൽ ഫുട്ബോളിന്റെ ജനപ്രീതി ഉയർത്തുന്നതിൽ മെസ്സിക്ക് വലിയൊരു പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ മത്സരവും ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു സംഭവമായി മാറുകയാണ്. 38-ാം വയസ്സിലും മെസ്സി തൻ്റെ കളിയിലൂടെ തെളിയിക്കുന്നത് ശരീരത്തിൻ്റെ മീതെയാണ് ഒരു കലയെന്നാണ്. അദ്ദേഹത്തിൻ്റെ സാങ്കേതികത, ദൃശ്യബുദ്ധി, സമയക്രമം എല്ലാം ഇപ്പോഴും മികവുറ്റതാവുകയാണ്. അർജന്റീനയിൽ തുടങ്ങിയ അത്ഭുത യാത്ര ഇപ്പോൾ മയാമിയുടെ തീരത്ത് പുതിയൊരു അധ്യായത്തെ എഴുതി കുറിക്കുകയാണ്. പോർച്ചുഗീസിൻ്റെ തീരങ്ങളിൽ വാസ്കോ ഡ ഗാമ എഴുതി വെച്ചതുപോലെ ഒരു വലിയൊരു ചരിത്രത്തെ ഇന്റർ മിയാമി ഇന്ന് അമേരിക്കയുടെ മണ്ണിൽ എഴുതി കൂട്ടിച്ചേർക്കുകയാണ്. ലോകമിനി കാത്തിരിക്കുന്നത് അടുത്ത റെക്കോർഡിനായാണ്. MSLന്റെ ചരിത്ര പുസ്തകത്തിൽ മെസ്സി തന്റെ പേര് സ്വർണ്ണാക്ഷരങ്ങളിൽ കുറിക്കാൻ ഇനി ഒരു ഗോൾ മാത്രം അകലെ ബാക്കി വെച്ചിരിക്കുകയാണ്.